ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർ. ഒരിക്കൽ EMS പറഞ്ഞു, ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ്. ജ്യോതി ബസു, MN ഗോവിന്ദൻ നായർ, P സുന്ദരയ്യ, AKG, ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ദത്തുപുത്രന്മാർ നിരവധിയുണ്ടായി. എന്നാൽ VS അച്യുതാനന്ദൻ തൊഴിലാളി വർഗത്തിൻ്റെ സ്വന്തം പുത്രനാണ്. തയ്യൽ തൊഴിലാളിയായും കയർ തൊഴിലാളിയായും കൊടിപിടിച്ച കൗമാരം. തൊഴിലാളികളുടെ ഭാഷയും വിയർപ്പിൻ്റെ മണവുമുള്ള കമ്മ്യൂണിസ്റ്റ്. ആലപ്പുഴ വെന്തലത്തറ വീട്ടിലെ ശങ്കരന് 1923 ഒക്ടോബർ 20 VS പിറന്നത്. 4-ാം വയസ്സിൽ അമ്മ മരിച്ചു. 11 വയസ്സായപ്പോൾ അച്ഛനും. അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം ഉപേക്ഷിച്ചില്ല. ജാതി വ്യവസ്ഥ കത്തിക്കാളി നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചോവച്ചെറുക്കനെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ബൽറ്റൂരി അടിച്ചോടിച്ചു. അന്നേ VS അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ 7-ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിച്ചു. ചേട്ടൻ്റെ തയ്യൽക്കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പടക്കാൻ കഴിയാതായി. 15-ാം വയസ്സിൽ ആസ്പിൻ വാൾ കമ്പനിയിൽ ജോലിക്ക് കയറി. നടുവൊടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ, അവിടെയും അവൻ കലഹിച്ചു. മറ്റെന്തും സഹിക്കാം, കൂലി കൂട്ടി ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വർഷത്തിനിടെ ആ 16കാരൻ തൊഴിലാളികളുടെ കണ്ണിലുണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി. 17-ാം വയസ്സിൽ പാർട്ടി അംഗത്വം കിട്ടി. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി. അച്യുതാനന്ദൻ എന്ന യുവനേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു. അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി. പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി. ഇൻക്വിലാബിൻ്റെ ഇടിമുഴക്കം കുട്ടനാടിൻ്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുറുക്കിക്കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു. കൊടിയ മർദ്ദനങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, പിന്നെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം, ഒളിവ് ജീവിതം, അറസ്റ്റ്, ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം. മരിച്ചെന്നു കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിടത്തു നിന്ന് അയാൾ തിരിച്ചു വന്നു. 1957 ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി. 1964 പാർട്ടി പിളർപ്പ്, നയവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, വെട്ടിപ്പിടുക്കലുകൾ, വെട്ടിനിരത്തലുകൾ, കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ, മാരാരിക്കുളം തോൽവി, അങ്ങനെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി. VS എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാരണവരായി. സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമൊക്കെ അദ്ദേഹം വെടിയുണ്ടയുടെയും തൂക്കുമരത്തിൻ്റെയും വാരിക്കുന്തത്തിൻ്റെയും രക്തമിറ്റുന്ന കഥകൾ പറഞ്ഞു. ചെഞ്ചോര നിറമുള്ള വിപ്ലവ ജീവിതത്തിന് 100 കഴിയുമ്പോൾ 10,000 ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളേ എന്നാണ്. അനിതര സാധാരണമായ ധീരതയും ഇച്ഛാശക്തിയുമാണ് VS അച്യുതാനന്ദൻ എന്ന വ്യത്യസ്തനായ ഇടത് നേതാവിൽ ഇക്കാലത്തും കാണാനായിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുന്നതിലും അതിജീവിക്കുന്നതിലും മാത്രമല്ല, പരാജയങ്ങളെ വിജയങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുന്നതിലും പഴയതിലും ശക്തമായി തിരിച്ചുവരവ് നടത്തുന്നതിലുമെല്ലാം അദ്ദേഹം എന്നും ഒരു മാതൃകയാണ്. എഴുതി തള്ളിയപ്പോഴെല്ലാം അയാൾ കൊടുങ്കാറ്റായി തിരിച്ചു വന്നു. പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും സാധ്യതകളാക്കി.